RAC ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം കൊമേഴ്സ്യൽ എയർ കണ്ടീഷനിങ് അല്ലെങ്കിൽ റെഫ്രിജറേഷൻ സിസ്റ്റങ്ങളിൽ നമ്മൾ സാധാരണ കണ്ടുവരുന്ന കമ്പോണൻസ് ഏതൊക്കെയാണ്, ഒരു പ്ലാന്റ് നമ്മൾ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ആ കമ്പോണൻസ് കണ്ട് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു കോൾഡ് സ്റ്റോറേജ് പ്ലാന്റിൻ്റെ പ്ലാന്റ് റൂമാണ്. അപ്പോൾ അവിടെ വൈറ്റ് കളറിൽ കൊടുത്തിരിക്കുന്നതെല്ലാം കംപ്രസറുകളാണ്. അപ്പോൾ അത് ഓപ്പൺ ടൈപ്പ് കംപ്രസറാണ്. അപ്പോൾ അത് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി അവിടെ ഗ്രീൻ കളറിലുള്ളത് അതിൻ്റെ ഡ്രൈവിംഗ് മോട്ടറാണ്. അപ്പോൾ അത് ബെൽറ്റ് വഴി കണക്ട് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. ഇതൊരു കോൾഡ് സ്റ്റോറേജ് പ്ലാന്റ് ആയതുകൊണ്ട് ഇവിടുത്തെ കൂളിംഗ് കോയിലിൻ്റെ ടെമ്പറേച്ചർ മൈനസ് ടെമ്പറേച്ചറാണ്. അപ്പോൾ ഇവിടെ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു റെഫ്രിജറേഷൻ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് സെക്കൻഡറി റെഫ്രിജറൻറ്റ് അതല്ലെങ്കിൽ ബ്രൈനെ തണുപ്പിക്കുന്നു. ഈ ബ്രൈൻ പല ഭാഗങ്ങളിലുള്ള ഇവാപ്പറേറ്റർ കോയിലിലേക്ക് പമ്പ് ചെയ്ത് എത്തിക്കുന്നു. അങ്ങനെയാണ് ഈ പ്ലാന്റിൻ്റെ പല ഭാഗത്തുള്ള കോൾഡ് റൂമുകൾ വർക്ക് ചെയ്യുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ എക്യുപ്മെൻറ്റ്സ് എല്ലാം ഈ സെക്കൻഡറി റെഫ്രിജറൻ്റ് ആയിട്ടുള്ള ബ്രൈനെ പമ്പ് ചെയ്യാനുള്ള സിസ്റ്റങ്ങളാണ്. ഇവിടെ കാണിച്ചിരിക്കുന്ന ടാങ്കുകളിലാണ് ഈ ബ്രൈൻ താൽക്കാലികമായിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ താഴെയുള്ള പൈപ്പുകളിൽ ഐസ് പിടിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു കോൾഡ് റൂമിൻ്റെ കണ്ടൻസിങ് യൂണിറ്റാണ്. അപ്പോൾ അതിൽ സെമി സീൽഡ് റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എയർ കൂൾഡ് കണ്ടൻസറാണ് ഇതിനുള്ളത്. കൂടാതെ അത് തണുപ്പിക്കാൻ വേണ്ടി 2 കണ്ടൻസർ ഫാനുകളും ഉണ്ട്. മീഡിയം കപ്പാസിറ്റിയുള്ള കോൾഡ് സ്റ്റോറേജ് പ്ലാന്റുകളിലും മറ്റുമാണ് ഇത്തരത്തിലുള്ള സിസ്റ്റങ്ങൾ യൂസ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഐസ്ക്രീം പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികളിൽ ഐസ്ക്രീം പ്രൊഡക്ഷൻ കഴിഞ്ഞതിന് ശേഷം അത് താൽക്കാലികമായിട്ട് സ്റ്റോർ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ചെറിയ കോൾഡ് റൂമുകളിലാണ്. അപ്പോൾ നമ്മൾ സാധാരണ സ്പ്ലിറ്റ് എസികളിലെ പോലെ തന്നെ അവയ്ക്ക് ഇൻഡോർ യൂണിറ്റുകളും ഔട്ട്ഡോർ യൂണിറ്റുകളും ഉണ്ടാവും. അതിൽ ഔട്ട്ഡോർ യൂണിറ്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇൻഡോർ യൂണിറ്റ് കോൾഡ് റൂമിൻ്റെ ഉള്ളിലാണ്. അവിടെയാണ് കൂളിംഗ് എഫക്റ്റ് ഉണ്ടാകുന്നത്. ഈ കാണിച്ചിരിക്കുന്നതെല്ലാം അതിൻ്റെ കണ്ടൻസിങ് യൂണിറ്റുകളാണ്. ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ സിസ്റ്റങ്ങളിലെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് R22 എന്ന റെഫ്രിജറൻ്റാണ്. അപ്പോൾ ഇതൊരല്പം പഴക്കമുള്ള ഒരു റെഫ്രിജറേഷൻ പ്ലാന്റാണ്. ഇതും നമ്മൾ മുൻപ് കണ്ട ടൈപ്പ് ഒരു കണ്ടൻസിങ് യൂണിറ്റാണ്. അപ്പോൾ അതിൽ ഡാർക്ക് ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് അതിൻ്റെ കംപ്രസർ എന്ന് പറയുന്നത്. അത് സെമി സീൽഡ് കംപ്രസറാണ്. അതുപോലെ തന്നെ കണ്ടൻസറും കണ്ടൻസറിൻ്റെ ഫാനുകളുമുണ്ട്. അപ്പോൾ അതിൻ്റെ ഇലക്ട്രിക്കൽ കണക്ഷൻ സർക്യൂട്ട് ബോക്സാണ് അതിൻ്റെ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആ ഫ്ലോറിൽ വെച്ചിരിക്കുന്ന ഓറഞ്ച് പെയിൻ്റ് അടിച്ചിട്ടുള്ള 2 സിലിണ്ടറുകൾ ലിക്വിഡ് റിസീവർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിലാണ് റെഫ്രിജറൻ്റ് താൽക്കാലികമായിട്ട് സ്റ്റോർ ചെയ്യുന്നത്. ഇവിടെ ഇടതുഭാഗത്തായിട്ട് കാണിച്ചിരിക്കുന്നത് ഈ സിസ്റ്റത്തിൻ്റെ ഇലക്ട്രിക്കൽ കൺട്രോൾ പാനലാണ്. അതുകൂടാതെ ഫ്ലോറിൽ കുറേ കംപ്രസറുകൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് കാണാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അത് ഡ്രൈവ് ചെയ്യാനുള്ള മോട്ടറുമുണ്ട്. ഇത് ഓപ്പൺ ടൈപ്പ് റെസിപ്രോക്കേറ്റിംഗ് ഡയറക്റ്റ് ഡ്രൈവ് കംപ്രസറുകളാണ്. അതായത് മോട്ടറുമായി കംപ്രസറിൻ്റെ ഷാഫ്റ്റ് ഡയറക്റ്റ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതുപോലെയുള്ള വലിയ പ്ലാന്റുകളിലെല്ലാം തന്നെ ഒന്നിൽ കൂടുതൽ കംപ്രസറുകൾ ഉണ്ടാവും. 24 hours വർക്ക് ചെയ്യുന്ന പ്ലാന്റുകളാണെങ്കിൽ ഈ കംപ്രസറുകൾ ഷിഫ്റ്റ് അടിസ്ഥാനത്തിലാണ് പ്രവർത്തിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഏതെങ്കിലും കംപ്രസറുകൾ പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആകുകയാണെങ്കിൽ അതിന് പകരമായി പ്രവർത്തിക്കുന്ന ബാക്കപ്പ് കംപ്രസറുകളായിട്ടും ഇവ ഉപയോഗിക്കാറുണ്ട്. കംപ്രസറുകളിൽ നിന്നും 2 തരത്തിലുള്ള ലൈൻസ് പുറത്തേക്ക് പോകുന്നതായിട്ട് കാണാം. അപ്പോൾ അതിൽ ബ്ലാക്ക് കളറുള്ള ലൈന് സക്ഷൻ ലൈനുകളാണ്. അത് ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ട്. റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന ലൈൻസുകളെല്ലാം തന്നെ ഡിസ്ചാർജ് ലൈനുകളാണ്. മുൻപ് നമ്മൾ കണ്ട തരത്തിലുള്ള കണ്ടൻസിങ് യൂണിറ്റുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ സാധാരണയായിട്ട് കണ്ടൻസിങ് യൂണിറ്റുകളെല്ലാം ഇൻസ്റ്റാൾ ചെയ്യുന്നത് പുറത്തായിരിക്കും. അതായത് പുറത്തെ അന്തരീക്ഷവുമായിട്ട് സമ്പർക്കം വരുന്ന രീതിയിലാണ് അവ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് ഒരു കണ്ടൻസിങ് യൂണിറ്റാണ്. അതിൻ്റെ മുകളിലായിട്ട് ഉള്ളത് കണ്ടൻസറുകളാണ്, കണ്ടൻസർ കോയിലുകളാണ്. താഴെ അവിടെ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നതെല്ലാം കംപ്രസറുകളാണ്. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ എല്ലാം സെമി സീൽഡ് കംപ്രസറുകളാണ്. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഈ സിസ്റ്റത്തിൻ്റെ ഒരു കൺട്രോൾ പാനലാണ്. അപ്പോൾ അതിൻ്റെ ഇലക്ട്രിക്കൽ കൺട്രോൾ പാനലിൽ ഓൺ ഓഫ് സ്വിച്ചുകൾ അതുപോലെ തന്നെ ഇൻഡിക്കേഷൻ ലാമ്പുകൾ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. റെഫ്രിജറേഷൻ സിസ്റ്റങ്ങളിൽ റെഫ്രിജറൻ്റ് പാസ് ചെയ്യാൻ വേണ്ടി സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന കോപ്പറിൻ്റെ ട്യൂബുകളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ട്യൂബുകൾ പല രീതിയിൽ ബെൻഡ് അതല്ലെങ്കിൽ ഫോം ചെയ്തതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള റെഫ്രിജറൻ്റ് പാസ് ചെയ്യുന്ന സർക്യൂട്ടുകൾ തയ്യാറാക്കുന്നത്.
അപ്പോൾ അതിൻ്റെ പുറമെ ഈ ബ്ലാക്ക് കളറിൽ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഇൻസുലേഷനാണ്. ഇതൊരു തെർമൽ ഇൻസുലേഷനാണ്. പുറത്തു നിന്നുള്ള ഹീറ്റ് ഉള്ളിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻസുലേഷൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് എയർ കണ്ടീഷനിങ് എയർ ഫിൽറ്ററിനകത്തുള്ള അപ്പോൾ വായുവിലെ പൊടിപടലങ്ങളെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എയർ ഫിൽറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് തന്നെ നമുക്ക് വാഷ് ചെയ്ത് വീണ്ടും യൂസ് ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു എയർ ഫിൽറ്ററാണ്. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഡ്രയർ ഫിൽറ്റർ എന്ന് പറയുന്ന കമ്പോണൻ്റാണ്. ഇത് ഉപയോഗിക്കുന്നത് ഒരു റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ അടങ്ങിയിട്ടുള്ള റെഫ്രിജറൻ്റ് ലിക്വിഡിൽ ഉള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസിനെയും മറ്റ് അന്യവസ്തുക്കളെയും ഫിൽറ്റർ ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റിൻ്റെ ഭാഗമാണ്. ഇതെന്ന് പറയുന്നത് സാധാരണ സ്പ്ലിറ്റ് എ സികളുടെ ഇൻഡോർ യൂണിറ്റിന് ഏകദേശം സമമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് റൂമിനുള്ളിലെ എയർ വലിച്ചെടുത്തതിന് ശേഷം അത് ഫിൽറ്റർ ചെയ്ത് അത് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് എയർ കണ്ടീഷൻ ചെയ്യേണ്ട റൂമിലേക്ക് കടത്തിവിടുന്നു. അതാണ് ഈ എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റിൻ്റെ ഫങ്ഷൻ. അപ്പോൾ അതിൻ്റെ അകത്ത് ഇതുപോലെ ഒരു ബ്ലോവറും അത് ഡ്രൈവ് ചെയ്യാനൊരു മോട്ടറും ഉണ്ടാവും. ഈ മോട്ടർ ബെൽറ്റ് വഴിയാണ് ഈ ബ്ലോവറിലേക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് സർവീസ് ചെയ്യുന്ന സമയത്ത് ടെക്നീഷ്യൻ അതിൻ്റെ ഫോട്ടോ എടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ സർവീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഈ ബെൽറ്റിൻ്റെ ടെൻഷൻ, അതായത് ബെൽറ്റിൻ്റെ വലിയ ബലം കുറവാണെങ്കിൽ നമ്മളത് ടൈറ്റ് ചെയ്യും. ഇനി ബെൽറ്റ് ഒരുപാട് പഴയതാണെങ്കിൽ അത് റീപ്ലേസ് ചെയ്യാറുണ്ട്. ഇവിടെ കാണിച്ചിരിക്കുന്ന എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റിൻ്റെ ബെൽറ്റ് ടൈറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു ഫോട്ടോ ആണ്. അപ്പോൾ അതിൽ ആ ബെൽറ്റ് ലൂസായിട്ടിരിക്കുന്നത് കാണാം. അപ്പോൾ ബെൽറ്റിൻ്റെ ടെൻഷൻ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ഈ മോട്ടറിൻ്റെ കറക്കം പൂർണ്ണമായിട്ട് ബ്ലോവറിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ ബെൽറ്റ് ലൂസായി കഴിഞ്ഞാൽ ഈ എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റിൻ്റെ ഉള്ളിലുള്ള പ്രവർത്തനത്തിൻ്റെ വേഗത വളരെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ബെൽറ്റ് നല്ലവണ്ണം ടൈറ്റ് ചെയ്ത് വയ്ക്കുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു റെഫ്രിജറേഷൻ കംപ്രസറിൻ്റെ സർവീസിൻ്റെ സമയത്തുള്ള ഫോട്ടോയാണ്. ഒരു റെഫ്രിജറേഷൻ സിസ്റ്റത്തിലെ കംപ്രസർ ഉപയോഗിക്കുന്നത് റെഫ്രിജറൻ്റ് ഗ്യാസിനെ കംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊരു മെക്കാനിക്കൽ ഉപകരണമാണ്. ഇപ്പോൾ കുറേ നാൾ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിനുള്ളിലുള്ള ഘടകങ്ങൾക്ക് തേയ്മാനം ഉണ്ടാകും. അപ്പോൾ അത് റീപ്ലേസ് ചെയ്യാറുണ്ട്. അതുകൂടാതെ തന്നെ ഇതിനുള്ളിൽ പലതരത്തിലുള്ള ഗ്യാസ്കറ്റുകൾ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ഗ്യാസ്കറ്റ് എന്ന് പറയുന്നത് ഈ കംപ്രസറിൽ നിന്നും റെഫ്രിജറൻ്റ് ഗ്യാസ് പുറത്തേക്ക് ലീക്ക് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി വയ്ക്കുന്ന ചെറിയ ഷീറ്റുകളാണ്. അപ്പോൾ സർവീസിൻ്റെ സമയത്ത് അത് ചേഞ്ച് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ചേഞ്ച് ചെയ്യുന്ന സമയത്തുള്ള ഒരു ഫോട്ടോയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു സോളിനോയിഡ് വാൽവാണ്. ഇത് ഉപയോഗിക്കുന്നത് ഒരു പൈപ്പിൽ കൂടെയുള്ള ഒരു ഫ്ലൂയിഡിൻ്റെ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് സാധാരണയായിട്ട് മാനുവലായിട്ടല്ല, ഇലക്ട്രിക്കലായിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതിലേക്ക് ഒരു പവർ സപ്ലൈ നമ്മൾ നൽകുകയാണെങ്കിൽ അത് ഓപ്പൺ ആകുകയും അല്ലാത്ത സമയത്ത് അത് ക്ലോസ് ആയിട്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഇത് ഉപയോഗിക്കുന്നത് റെഫ്രിജറൻ്റിൻ്റെ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത്തരത്തിലുള്ള സോളിനോയിഡ് വാൽവുകളിൽ ഒരു കോപ്പറിൻ്റെ കോയിലും ഒരു പ്ലഞ്ചറും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ കോയിലിലേക്ക് നമ്മളൊരു വൈദ്യുതി അതല്ലെങ്കിൽ പവർ സപ്ലൈ നൽകുകയാണെങ്കിൽ ആ കോയിലിനുള്ളിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡിനുള്ളിലേക്ക് പ്ലഞ്ചർ ആകർഷിക്കപ്പെടുന്നു. അങ്ങനെയാണ് ഈ വാൽവുകൾ ഓപ്പൺ ആകുന്നത്. അത് ആ ഇലക്ട്രിക്കൽ സപ്ലൈ നമ്മൾ ഡിസ്കണക്ട് ചെയ്ത് കഴിയുന്ന സമയത്ത് അത് ക്ലോസ് ആകുകയും ചെയ്യുന്നു. സാധാരണയായി ഇതിന് വരുന്ന കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ സോളിനോയിഡ് കോയിലിനുണ്ടാകുന്ന ഡാമേജാണ്. അതുപോലെ തന്നെ പ്ലഞ്ചറിനും പ്രശ്നമുണ്ടാകാറുണ്ട്. അപ്പോൾ അത് സർവീസ് ചെയ്യുന്ന സമയത്തുള്ള ഒരു ഫോട്ടോയാണ് ഈ കാണിച്ചിരിക്കുന്നത്. മീഡിയം കപ്പാസിറ്റിയുള്ള എയർ കണ്ടീഷൻ സിസ്റ്റങ്ങളിൽ ഉപയോഗിക്കുന്ന കംപ്രസറുകളാണ് സ്ക്രോൾ കംപ്രസറുകൾ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കംപ്രസറാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഒരു റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ കംപ്രസറിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് റെഫ്രിജറൻ്റ് ഗ്യാസിനെ കംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനുവേണ്ടി ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിച്ച് ഒരു മോട്ടർ റൊട്ടേറ്റ് ചെയ്തിട്ടാണ് ഈ കംപ്രസർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ക്രോൾ കംപ്രസറുകളിലെ ഉപയോഗിക്കുന്ന മോട്ടർ എന്ന് പറയുന്നത് 3 ഫേസ് മോട്ടറുകളായിരിക്കും. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് പലതരത്തിലുള്ള സ്ക്രോൾ കംപ്രസറുകളാണ്. ഇതൊരു എയർ കണ്ടീഷൻ പ്ലാന്റിലെയാണ്. അപ്പോൾ അതിൻ്റെ ബ്ലാക്ക് കളറിൽ കാണിച്ചിരിക്കുന്നതാണ് അതിൻ്റെ ടെർമിനൽ ബോക്സ് എന്ന് പറയുന്നത്.
ഇത്തരത്തിലുള്ള കംപ്രസറുകൾ വർക്ക് ചെയ്യുന്നത് ഏകദേശം 380 വോൾട്ട് തൊട്ട് 440 വോൾട്ട് വരെയുള്ള പവർ സപ്ലൈയിലായിരിക്കും. 3 ഫേസ് കണക്ഷനിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവ കൈകാര്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരത്തിലുള്ള ഒരു സെൻട്രലൈസ്ഡ് പ്ലാന്റിലെ ഇലക്ട്രിക്കൽ കൺട്രോൾ പാനൽ സർവീസ് ചെയ്യുന്ന സമയത്ത് എടുത്തിരിക്കുന്ന ഒരു ഫോട്ടോയാണിത്. ഇവിടുത്തെ ഈ ചിത്രത്തിൽ റെഡ്, യെല്ലോ, ബ്ലൂ എന്നീ കളറുകളിൽ ഉള്ള വയറുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് 3 ഫേസിൻ്റെ 3 ഫേസാണ്. ഈ സപ്ലൈ ആണ് നമുക്ക് 3 ഫേസ് കംപ്രസറിലേക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ കംപ്രസർ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്ന കമ്പോണൻ്റാണ് കോണ്ടാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കോണ്ടാക്ടറുകൾ ഉൾപ്പെടുന്ന ഒരു ഭാഗമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ കാണിച്ചിരിക്കുന്ന കമ്പോണൻ്റാണ് കോണ്ടാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് റെഡ്, യെല്ലോ, ബ്ലൂ വയർ വരുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ ഇതിൽ നിന്നാണ് കംപ്രസറിലേക്കുള്ള 3 ഫേസിൻ്റെ 3 കണക്ഷൻ, ആ റെഡ്, യെല്ലോ, ബ്ലൂ കണക്ഷൻസ് കൊടുക്കുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്ന കമ്പോണൻ്റെയാണ് റെഫ്രിജറൻ്റ് പ്രഷർ കട്ടൗട്ട് സ്വിച്ച് എന്ന് പറയുന്നത്. ഒരു റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ റെഫ്രിജറൻ്റ് പ്രഷർ ഒരുപാട് കൂടിക്കഴിഞ്ഞാലും ഒരുപാട് കുറഞ്ഞു കഴിഞ്ഞാലും കംപ്രസർ ഓവർലോഡായി അതിന് ഡാമേജ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയത്ത് കട്ട് ഓഫായി കംപ്രസറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നതാണ് ഈ പ്രഷർ കട്ടൗട്ട് സ്വിച്ചിൻ്റെ ഫങ്ഷൻ. അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് 2 കോപ്പർ ട്യൂബിൻ്റെ കണക്ഷൻസ് കാണാം. അതിൽ ഒരു കണക്ഷൻ നമ്മൾ സിസ്റ്റത്തിൻ്റെ ഹൈ പ്രഷർ സൈഡിലേക്കും മറ്റേ കണക്ഷൻ സിസ്റ്റത്തിൻ്റെ ലോ പ്രഷർ സൈഡിലേക്കും കണക്ട് ചെയ്യുന്നു. ഇനി സക്ഷൻ ലൈനിലെ പ്രഷർ ഒരു പരിധിയിൽ കൂടുതൽ കുറഞ്ഞാലും ഡിസ്ചാർജ് സൈഡിലെ പ്രഷർ ഒരു പരിധിയിൽ കൂടുതൽ കൂടിയാലും ഈ കട്ടൗട്ട് സ്വിച്ച് കട്ട് ഓഫ് ആകുന്നതാണ്. ഏത് പ്രഷറാകുമ്പോൾ അത് കട്ട് ഓഫ് ആകണം, ഏത് പ്രഷറാകുമ്പോൾ അത് വീണ്ടും റീസെറ്റ് ആകണം എന്നീ കാര്യങ്ങൾ നമുക്കിതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിനെയാണ് റെഫ്രിജറൻ്റ് പ്രഷർ കട്ടൗട്ട് സ്വിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ HP/LP ഡിഫറൻഷ്യൽ കട്ടൗട്ട് സ്വിച്ച് എന്ന് വിളിക്കാറുണ്ട്. ചില പ്ലാന്റുകളിൽ ഈ കട്ടൗട്ട് സ്വിച്ച് 2 സെപ്പറേറ്റ് ആയിരിക്കും. അതിലൊരു ലോ പ്രഷർ കട്ടൗട്ട് സ്വിച്ചും ഉണ്ടാവും, ഒരു ഹൈ പ്രഷർ കട്ടൗട്ട് സ്വിച്ചും ഉണ്ടാവും. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു എയർ കണ്ടീഷൻ പ്ലാന്റിലേക്ക് റെഫ്രിജറൻ്റ് ചാർജ് ചെയ്യുന്നതാണ്. ഒരു റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ നിശ്ചിത എമൗണ്ട് റെഫ്രിജറൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആവശ്യമുള്ള കൂളിംഗ് എഫക്റ്റ് ലഭിക്കൂ. അതുകൊണ്ട് ഏതെങ്കിലും കാരണവശാൽ സിസ്റ്റത്തിൽ റെഫ്രിജറൻ്റ് ലീക്കായി പോവുകയോ അങ്ങനെ റെഫ്രിജറൻറ്റിൻ്റെ കുറവ് വന്നു കഴിഞ്ഞാൽ ആ ലീക്ക് അറസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളതിലേക്ക് റെഫ്രിജറൻ്റ് ചാർജ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ചാർജ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്ന വേരിയബിൾ റെഫ്രിജറൻ്റ് ഫ്ലോ, അതല്ലെങ്കിൽ VRF എന്ന് പറയുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൻ്റെ ഔട്ട്ഡോർ യൂണിറ്റാണ്. അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത് സ്ക്രോൾ കംപ്രസറുകളാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് ഒരു മീഡിയം കപ്പാസിറ്റിയുള്ള എയർ കണ്ടീഷൻ സിസ്റ്റങ്ങളിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എയർ കണ്ടീഷൻ റെഫ്രിജറേഷൻ സിസ്റ്റങ്ങളിൽ ഉപയോഗിക്കുന്ന ചില കമ്പോണൻറ്റുകളെയാണ് പരിചയപ്പെട്ടത്. അപ്പോൾ റെഫ്രിജറേഷൻ എയർ കണ്ടീഷൻ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഇതിലുള്ള എല്ലാ വീഡിയോസും കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക.